ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചത്. ഓക്കെ, പാർട്ട് 1 കാണാത്ത കുട്ടികൾ പാർട്ട് 1 കണ്ടതിന് ശേഷം വീഡിയോ കാണാം. ഇത് നമ്മൾ എന്താണ് ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്, അതിന്റെ എക്സ്പെരിമെന്റ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സിമ്പിൾ പെൻഡുലമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാം. ദ മെക്കാനിക്സ് ആൻഡ് പീരിയോഡിസിറ്റി ഓഫ് ദ സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ഓൾറെഡി സാർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ എക്സ്പെരിമെന്റ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ 2 കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. എന്താണ് ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്, എന്താണ് എഫ് ഫ്രീക്വൻസി. ഈ 2 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സാറ് കഴിഞ്ഞ ക്ലാസ്സിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ കാണാം അല്ലെ. നമുക്കതൊരു റിയൽ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ പിക്ചർ നമ്മൾ ലാബിലൊക്കെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, ഫ്രീക്വൻസി എന്താണ്, ടൈം പീരീഡ് എന്താണെന്ന് മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിസിറ്റ് പാർട്ട് 1 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. സിമ്പിൾ പെൻഡുലം. ഓക്കെ, സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞത് ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എന്താണ്, ഒരു ഒരു വള്ളിയുണ്ട്. ആ വള്ളിയുടെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോബ്, ഒരു മാസമുള്ള ഒരു വസ്തു ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പൊ കൈകൊണ്ട് ഇതിങ്ങനെ വലിച്ചിട്ട് വിടുകയാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്തിനാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. മനസ്സിലായി ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് സാറേ, എക്സ്പെരിമെന്റ് ഒക്കെ മനസ്സിലായി, അത്രേ ഉള്ളൂ. നമ്മുടെ അടുത്തേക്ക് പോകുന്ന പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഫിസിക്സ് പഠിക്കുമ്പോൾ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സിലെ എല്ലാ തിയറീസും. അപ്പൊ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യണം, അതിന്റെ അറേഞ്ച്മെന്റ് എന്താണ്, ഇതൊക്കെ നന്നായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ കുറെ കാണാപ്പടം പഠിക്കലല്ല ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ എയിം? ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം, പീരീഡ്, ഫ്രീക്വൻസി. ഓക്കെ, അതായത് നമുക്ക് കണ്ടുപിടിക്കണം ഈ നീളം ലെങ്ത് ഓഫ് ദ പെൻഡുലം. ഈ പെൻഡുലത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഈ നീളം, ദിസ് ഈസ് എൽ. അതും അതിന്റെ പീരീഡ് ടൈം, അതിന്റെ ഫ്രീക്വൻസി എഫ്. അപ്പൊ എന്താണ് പീരീഡും എന്താണ് ഫ്രീക്വൻസി എന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതായത് ഈ ലെങ്ത് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ടൈം പീരീഡിനും ഈ ഫ്രീക്വൻസിക്കും എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് ലെങ്ത്, പീരീഡ്, ഫ്രീക്വൻസി. ഈ 3ഉം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഒബ്സർവ് ഹൗ ചേഞ്ചിങ് ദ ലെങ്ത് ചേഞ്ചസ് ദ മോഷൻ ഓഫ് ദ പെൻഡുലം. അതായത് ലെങ്ത് മാറ്റി മാറ്റി നമ്മൾ ഈ പരീക്ഷണം എന്താണ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിന്റെ മോഷനിൽ ഉണ്ടാവുന്ന പ്രത്യേകത എന്നുള്ളതാണ് നമ്മുടെ ഈ എക്സ്പെരിമെന്റിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോ വീണ്ടും സാർ ഓർമ്മിപ്പിക്കുകയാണ്, ഈ നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണാത്ത കുട്ടികൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് ദ ടൈം ഫോർ 1 ഓസിലേഷൻ. ഓക്കെ, അതായത് ഒരു കുട്ടി ഊഞ്ഞാലാടുന്നതായിരിക്കും. അപ്പൊ ഊഞ്ഞാലാട് മുന്നോട്ട് പോയി തിരിച്ച് ബാക്കിലേക്ക് വന്ന് വീണ്ടും വന്നു. ഇതിനു വേണ്ടി എത്ര സമയം എടുക്കും? സപ്പോസ് 2 സെക്കൻഡ് കൊണ്ട് ഈ ഒരു ആട്ടം പൂർത്തിയായാൽ ഈ 2 സെക്കൻഡ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അടുത്തൊരു ടേമാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ക്ലിയർ? അപ്പൊ ഇപ്പൊ ഈ ഒരു കേസിൽ തന്നെ നോക്കൂ, ഈ കുട്ടി 2 സെക്കൻഡ് കൊണ്ടാണ് ഒരാട്ടം പൂർത്തിയാക്കിയത്. അപ്പൊ 1 സെക്കൻഡിൽ എത്ര ആട്ടം പൂർത്തിയായി? അര. കണ്ടോ? അപ്പൊ 1 സെക്കൻഡിൽ എത്ര തവണ പോയി എന്നുള്ളതാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിലെ ഫാൻ. ഓക്കെ, ഈ ഫാൻ 1 സെക്കൻഡിൽ 10 തവണ ഇങ്ങനെ കറങ്ങിയാൽ ഈ 10 തവണ എന്ന് പറയൂലേ, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സാർ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇത് ഒരു ക്ലാസ് എടുത്താണ് നമ്മൾ എന്താണ് ടൈം പീരീഡ്, എന്താണ് ഫ്രീക്വൻസി എന്ന്. ഓക്കെ, പാർട്ട് 1 കാണുന്ന കുട്ടികൾ കണ്ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് എളുപ്പമാണ്. അല്ലാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം കാണുക. യൂണിറ്റ് ഓർത്ത് വെക്കുക. ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതൊരു പ്രീവിയസ് നോളജ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് എക്സ്പെരിമെന്റ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, യെസ്. സോ മെറ്റീരിയൽസ് റിക്വയർഡ്. ഏതൊരു എക്സ്പെരിമെന്റിനും അത് നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണം. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിനെ അത് ബാധിക്കും. അതുകൊണ്ട് മെറ്റീരിയൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ തന്നെ എല്ലാ മെറ്റീരിയലും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ സ്ട്രിങ് ആണ്. എന്താണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന ഈ ബോൾ പോലത്തെ സാധനം, ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഈ വള്ളി, ഇതാണ് സ്ട്രിങ്. അതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ മെറ്റീരിയൽ.
രണ്ടാമത്തെ മെറ്റീരിയൽ നമുക്ക് വേണ്ടത് മെറ്റാലിക് ബോബാണ്. അതായത് ബോംബല്ല, ബോബ്. ഒരു മെറ്റലിന്റെ ഒരു ചെറിയ ബോൾ പോലത്തെ ഒരു സാധനം നമുക്ക് തൂക്കിടാനുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ ഇതിനകത്തുണ്ട്. അത് കെട്ടാം നമുക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് മെറ്റാലിക് ബോബ്. മൂന്നാമത് നമുക്ക് വേണ്ടത് സ്റ്റാൻഡ് ആണ്. ഇതിങ്ങനെ കൈ വേണമെങ്കിൽ കൈ കൊണ്ട് പിടിക്കാം നിങ്ങൾക്ക്, പക്ഷെ കൈ കൊണ്ട് പിടിച്ച നമുക്ക് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ സ്റ്റാൻഡ്, ഒരു ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് നമുക്ക് വേണം. ദാറ്റ് ഈസ് സ്റ്റാൻഡ്. ക്ലിയർ? യെസ്. ഇനി നാലാമത് നമുക്ക് വേണ്ടത് ഒരു മീറ്റർ സ്കെയിലാണ്. മീറ്റർ സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ നീളം നമ്മൾ മാറ്റം വരുത്തും. അതായത് ഇപ്പൊ ഒരു 100 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് കുറയ്ക്കും. അപ്പൊ ഒരു 60 ആവും, പിന്നെയും കുറയ്ക്കും. അങ്ങനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നീളം അളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീറ്റർ സ്കെയിൽ, നിങ്ങളുടെ സ്കെയിൽ ഉണ്ടല്ലോ, അതിനാണ് മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, യെസ്. ഇനി അഞ്ചാമത് നമുക്ക് വേണ്ടത് സ്റ്റോപ്പ് വാച്ചാണ്. സ്റ്റോപ്പ് വാച്ച് നിങ്ങൾ ഇവിടെ പിടിച്ച് നെക്കി കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും നെക്കി കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അതെന്തിനാണ് സാർ? അതായത് നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഒരു പന്തുണ്ടല്ലോ, അതിങ്ങനെ പതുക്കെ ബാക്കിലേക്ക് വലിക്കും. ഇവിടെ വരെ വലിച്ചു നിർത്തിയിട്ട് നമ്മൾ ഒറ്റ വിടൽ വിടും. അപ്പൊ ഇതിങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം എത്ര സമയമായി. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മളൊരു 10 നമ്മളിപ്പോ ചെയ്യാൻ പോണ എക്സ്പെരിമെന്റ്. അതായത് സാർ ഈ പറയുന്ന ബോൾ ബാക്കിലേക്ക് വലിച്ചു നിർത്തിയിട്ട് ഒന്ന് വിട്ടു. അപ്പൊ ഇത് പോയിട്ട് തിരിച്ചു വന്നു. 1 പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. 2 വീണ്ടും പോയിട്ട് തിരിച്ചു വന്നു. 3 അങ്ങനെ 10 എത്തുമല്ലോ. അപ്പൊ ഒറ്റ നെക്കിലിവിടെ. അപ്പൊ ഇവിടെ ഒരു ടൈം കാണും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റോപ്പ് വാച്ച് വേണം. ക്ലിയർ ആണോ? അപ്പൊ എക്സ്പെരിമെന്റിൽ എന്തൊക്കെ വേണമെന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ അറിയേണ്ടത് അറേഞ്ച്മെന്റ് ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇത്തരം സാധനങ്ങൾ നമ്മളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. ഇതൊന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. ഓക്കെ, ടൈ ദ ബോബ് ടു ദ സ്ട്രിങ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനം നിങ്ങൾ ഈ വള്ളി കൊണ്ടുവന്ന് ഇവിടെ കെട്ടാം. സസ്പെൻഡ് ഇറ്റ് ഫ്രം ദ സ്റ്റാൻഡ്. സ്റ്റാൻഡിൽ അത് തൂക്കിയിടാം. ഓക്കെ, അറേഞ്ച് ഇറ്റ് ഫ്രീലി ഫോർ ഓസിലേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഓസിലേഷൻ ചെയ്യുമ്പോഴത് ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ട് ഫ്രീലി നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, വേറെ തടസ്സങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ക്ലിയർ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ പോവുകയാണ്. ലെങ്ത്, നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്ത് എന്നത് ഇപ്പൊ ഇതാണല്ലോ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് പൊതുവെ കുട്ടികൾ ചിന്തിക്കും ഇത്രയാണ് നീളമെന്ന്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ബോബിന്റെ സെന്റർ വരെയുള്ള നീളമാണ് ആക്ച്വലി നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഉയർന്ന ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ സെന്റർ വരെയുള്ള നീളമാണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ? സോ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ടു ദ സെന്റർ ഓഫ് ദ ബോബ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. സ്ട്രിങ് നമുക്കറിയാം, ബോബ് ഇതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സെന്റർ എന്ന് വരുമ്പോൾ എങ്ങനെ ഇതുപോലെ വരും. അപ്പൊ നീളം എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു സെന്റർ വരെയുള്ള നീളം. കാരണം ഈ ഒരു സാധനത്തിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, നിങ്ങളിത് 10 കിലോ എടുത്താലോ 50 കിലോ എടുത്താലോ ഒക്കെ ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് സെയിം ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാസ് ഒരിക്കലും ഇതിന്റെ ടൈം പീരീഡിനെയോ ഫ്രീക്വൻസിനെയോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ വെയിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ ആടുന്നത് എന്തെങ്കിലും വ്യത്യാസം വരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മളിപ്പോ ഇവിടം വരെ വെച്ചിട്ട് വിട്ട് കഴിയുമ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ഇത് തിരിച്ചെത്തിയെങ്കിൽ നിങ്ങൾ എത്ര വെയിറ്റ് എടുത്താലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് വ്യത്യാസം വരില്ല. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അതെ. ഓക്കെ, അപ്പൊ മാസ് ഇൻഡിപെൻഡന്റ് ആണ് നമ്മളുടെ റിസൾട്ടിന്. പക്ഷെ മാസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഉയർന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. സോ അത് വിട്ടേരിക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാർ പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താണ് പ്രൊസീജിയർ? ഫസ്റ്റ് പ്രൊസീജിയർ സ്റ്റെപ്പ് 1 നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ് ദ ബോബ് സ്ലൈറ്റ്ലി ടു വൺ സൈഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് മാറ്റാം. ഇവിടെ നിന്ന് ഇത് ജസ്റ്റ് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. ഓക്കെ, ക്ലിയർ? റിലീസ് ഇറ്റ്സ് ജെന്റ്ലി. ഒറ്റ തള്ളുള്ളത് നിങ്ങൾ വെറുതെ വിടുക. തള്ളാൻ പാടില്ല. നോ പുഷ്. ഓക്കെ, ഡു നോട്ട് പുഷ് ദ ബോബ്. ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ വിടുമ്പോൾ ഈ സാധനം നേരെ ഇങ്ങനെ വരും. പിന്നെ വീണ്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഓക്കെ, യെസ്. ദ ബോബ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ എക്സ്പെരിമെന്റ്. ക്ലിയർ? യെസ്. മനസ്സിലായി കാണുമല്ലോ? യെസ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞല്ലോ 10 ഓസിലേഷൻസ് വേണമെന്ന് സാറ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് ഇത് പോയി തിരിച്ച് ഇവിടെ എത്തുമ്പോൾ 1 2 3 4 5 6 അങ്ങനെ എണ്ണി നിങ്ങൾ 10 എത്തുമ്പോൾ ഉടനെ നിങ്ങളുടെ ഈ പറയുന്ന നമ്മുടെ സ്റ്റോപ്പ് വാച്ച് സ്വിച്ച് അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ടൈം കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തിനാണ് 10? വൈ 10? ഒരെണ്ണം പോരെ സാർ? നോ, ഒരെണ്ണം ആവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് മാറിപ്പോയെന്നിരിക്കും. മനസ്സിലായോ? കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ നിൽക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ 10 എണ്ണം ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടും. ഓക്കെ, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം 10 എണ്ണം ചെയ്യുക, പിന്നെയും ഒരു പ്രാവശ്യം 10 എണ്ണം ചെയ്യുക.
പിന്നെ ഒരു പ്രാവശ്യം ഒരു 10. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും കറക്റ്റ് ആണോ നമ്മൾ ചെയ്തതെന്നുള്ളത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ മക്കളെ സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇതിന്റെ അറേഞ്ച്മെന്റ് ആയിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ ചെയ്തത്? ആ മെഷർ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് വലിച്ചിട്ട് വിട്ടു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര ഓസിലേഷന്? 10 ഓസിലേഷന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി സ്റ്റെപ്പ് 3 റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ബൈ ചേഞ്ചിങ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പൊ ഇത്രയും നേരം വരെ ഉള്ള ആ ഒരു സൈസ് നമ്മൾ എന്താണ്, നിങ്ങൾ ചെറിയ 40 സെന്റിമീറ്റർ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പിന്നെ അത് കൂട്ടി കൂട്ടി പോവാം. ഓക്കെ, അല്ല 100 സെന്റിമീറ്റർ ആണെങ്കിൽ കുറച്ച് കുറച്ച് വരുന്നത്. എനിവേ ഇവിടെ സാർ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ ആദ്യം 40 സെന്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, 40 സെന്റിമീറ്റർ എടുത്തിട്ട് ഈ പറഞ്ഞ 10 ഓസിലേഷന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? 40 സെന്റിമീറ്റർ അതിനുശേഷം വീണ്ടും കൂട്ടി 60 സെന്റിമീറ്റർ ആക്കി. 60 സെന്റിമീറ്റർ ആക്കിയിട്ട് എന്താണ് 60 സെന്റിമീറ്റർ ഇച്ചിരി കൂടി കുറച്ചും കൂടി നീളം എന്താണ് കൂട്ടി. ഇത് 40 ഉണ്ടായിരുന്നു, ഇതിപ്പോ എത്ര 60 സെന്റിമീറ്റർ. ഓക്കെ, വീണ്ടും ഞാൻ നീളം കൂട്ടി. നീളം എന്ന് പറയുന്നത് ഇപ്പോ 80 സെന്റിമീറ്റർ ആയി. ക്ലിയർ? ഇങ്ങനെ ഓരോ തവണ നീളം കൂട്ടി ഞാൻ പരീക്ഷണം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞത്. ദെൻ 100 സെന്റിമീറ്റർ ആയി. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആദ്യം 40 സെന്റിമീറ്റർ, പിന്നെ 10 സെന്റിമീറ്റർ, 10 ഓസിലേഷൻസ്, പിന്നെ 60 സെന്റിമീറ്റർ, പിന്നെ 80 സെന്റിമീറ്റർ, പിന്നെ 100 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്താണ് ആശയം വരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ 40 സെന്റിമീറ്റർ ലെങ്ത് ഞാൻ എടുത്തപ്പോ 10 ഓസിലേഷൻ ഞാൻ എണ്ണി നോക്കി, 10 എണ്ണം. അതിന് എത്ര സമയം എടുത്തു? ഇതാണ് നിങ്ങൾ സ്റ്റോപ്പ് വാച്ചിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. 13 സെക്കൻഡ് എടുത്തു. എത്ര സെക്കൻഡ് എടുത്തു? 13 സെക്കൻഡ്. ഓക്കെ, പല ഡിഫറൻസും വരാം. ഇത് തന്നെയാ എടുക്കണമെന്ന് സാറ് പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു 13 സെക്കൻഡ് ആയെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ നിങ്ങൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ നീളം കുറച്ചും കൂടി കൂട്ടി 60 സെന്റിമീറ്റർ ആക്കി. അപ്പൊ ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്തു? കൂട്ടി. പക്ഷെ ഓസിലേഷന്റെ എണ്ണം കൂട്ടിയിട്ടില്ല, അത് 10 തന്നെയാണ്. അപ്പൊ സമയം എന്തായിരിക്കും? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, കൂടുതൽ നീളം കൂടുന്തോറും ഇത് പോയി തിരിച്ചിവിടെ എത്താനായിട്ട് സമയം കൂടുതൽ എടുക്കോ കുറവെടുക്കോ? മനസ്സിലായോ? അതായത് ഒരു സാധനം നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നു. ഓക്കെ, ഞാനിങ്ങനെ ഇവിടം വരെ വലിച്ചിട്ട് വിട്ടു. അപ്പൊ ഇത് പോയിട്ട് തിരിച്ചിവിടെ എത്താൻ പെട്ടെന്ന് എത്തും. കുറച്ചും കൂടി നീളം ഉണ്ടെങ്കിലോ, ഞാൻ വലിച്ചിട്ട് വിറ്റാലോ ഇതിങ്ങനെ പോയി തിരിച്ചിങ്ങനെ വരണ്ടേ? അപ്പൊ നീളം കൂടുന്തോറും സമയം കൂടുമായിരിക്കും അല്ലെ? നമുക്ക് നോക്കാം. കൂടി 16 സെക്കൻഡ് ആണ് എന്താണ് അവിടെ ടൈം എടുത്തിരിക്കുന്നത്. ക്ലിയർ? സിമിലർലി നിങ്ങൾ 80 സെന്റിമീറ്റർ ആക്കി 10 ഓസിലേഷൻ എണ്ണി നോക്കി. അപ്പൊ എത്രയാണ്? 18 സെക്കൻഡ്. സിമിലർലി നിങ്ങൾ എന്താണ് 100 സെന്റിമീറ്റർ എടുത്തു, 10 ഓസിലേഷൻ എണ്ണി നോക്കി. അപ്പൊ എത്രയായി? 20 സെക്കൻഡ്. സോ മക്കളെ ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ചത് വാട്ട് ടൈം പീരീഡ്, അതായത് 10 ഓസിലേഷന് വേണ്ടി വരുന്ന സമയം, അതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? 10 ഓസിലേഷന് വേണ്ടി വരുന്ന ടൈം ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ദിസ് ഇസ് ടി, സ്മോൾ ലെറ്റർ ടി. ടോട്ടൽ ടൈം ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ടോട്ടൽ ടൈം. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ടൈം പീരീഡ്? ടി. ടൈം പീരീഡിന്റെ ഡെഫിനിഷൻ സാർ എന്താ പറഞ്ഞത്? ഒരു ഓസിലേഷൻ അതായത് ഒരു ആട്ടത്തിന് എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ 10 ആട്ടത്തിന് 13 സെക്കൻഡ്. ഓക്കെ, നമുക്ക് വളരെ എളുപ്പത്തിൽ കാണുന്ന ഈ ഒരു കേസ് എടുക്കാം. ഇവിടെ 10 ഓസിലേഷന് 20 സെക്കൻഡ് എടുക്കും. അപ്പൊ ടൈം പീരീഡ് എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഞാൻ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ടൈം കണ്ടുപിടിക്കാൻ ടൈം മുകളിൽ, ടൈം കാണുമ്പോൾ ടൈം ആണ് മുകളിൽ. അപ്പൊ 20 സെക്കൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. സോ 0 ക്യാൻസൽ, 2 സെക്കൻഡ്. ഓക്കെ, അപ്പോ 100 സെന്റിമീറ്റർ നീളത്തിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ 2 സെക്കൻഡ് ഉണ്ട്. അതായത് പോയത് ഇങ്ങനെ തിരിച്ച് വരുന്നത് 10 ഓസിലേഷൻസ്, ഒരു ഓസിലേഷൻസ് നടക്കാനായിട്ട് 2 സെക്കൻഡ് മതി. ക്ലിയർ? ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പോകുന്നു, തിരിച്ച് ഇവിടെ എത്താൻ 2 സെക്കൻഡ്. 2 സെക്കൻഡ് കൊണ്ട് ഒരു ഓസിലേഷൻ നടക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പൊ മക്കളെ ടൈം പീരീഡ് എങ്ങനെ കാണുന്നത്? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടൈം ഡിവൈഡ് ബൈ ഇവിടെ ഓസിലേഷൻ, ടൈം ഡിവൈഡ് ബൈ ഓസിലേഷൻ, ടൈം ഡിവൈഡ് ബൈ ഓസിലേഷൻ, ടൈം ഡിവൈഡ് ബൈ ഓസിലേഷൻ. ക്ലിയർ? ക്ലിയർ? അതായത് ടൈം എന്ന് പറഞ്ഞാൽ ടി, ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, എത്രയാണ്? നമ്പർ n. ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യണം. ടി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ n, ദാറ്റ് ഈസ് ടൈം പീരീഡ്. ഓക്കെ, യെസ്. സോ ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ദ ടൈം ആൾസോ ഇൻക്രീസസ്. അപ്പൊ ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് ടൈമും കൂടി വരുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ? ടൈമും കൂടി വരും. ഓക്കെ, ലെങ്ത് 100 ആയപ്പോൾ ടൈം 20 ആയി. കണ്ടോ? യെസ്. ഓക്കെ,
സോ കാൽക്കുലേറ്റിംഗ് പീരീഡ്, നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാം. സോ പീരീഡ് ഇസ് എ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഓക്കെ, സോ പീരീഡ് കാണാനുള്ള ഫോർമുല എന്താ ഇപ്പൊ സാർ പറഞ്ഞു, സ്മോൾ ലെറ്റർ ടി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ എൻ. സ്മോൾ ലെറ്റർ ടി മീൻസ് ടോട്ടൽ ടൈം, എൻ മീൻസ് നമ്പർ ഓഫ് ഓസിലേഷൻസ്. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് കേസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ the time taken for 10 oscillation is 20 second, then the period is 20 second divided by 10, that is 2 second. So therefore the period of the pendulum is 2 second. In that case എപ്പോഴാണ് ഇപ്പൊ ഇത് വരുന്നത്, 100 സെന്റിമീറ്റർ ലെങ്ത് വരുന്ന കേസ് മാത്രമാണ് സാറേ ചെയ്തിരിക്കുന്നത്, ബാക്കിയെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ കീപ് ദ ആംപ്ലിറ്റ്യൂഡ് സ്മോൾ വൈൽ ടേക്കിംഗ് ഒബ്സർവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾ ഇവിടുന്ന് വലിച്ചു വിടരുത്, കുറച്ച് ബാക്കിലേക്ക് വലിച്ചിട്ട് വിടാം, അത്ര തന്നെ കേട്ടാ. ഓക്കെ, ദെൻ കാൽക്കുലേറ്റിംഗ് ഫ്രീക്വൻസി. അപ്പൊ പീരീഡ് നിങ്ങൾക്ക് മനസ്സിലായി. പീരീഡ് കാണാൻ എന്ത് ചെയ്യണം, എത്ര സമയം എടുത്തോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. സിമിലാർലി നമുക്ക് എങ്ങനെയാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റുക, അതാണ് അടുത്ത ചോദ്യം. ഫ്രീക്വൻസി ഇസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എന്താണ് ഓസിലേഷൻ. ഇപ്പൊ ഇപ്പോഴും പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മുകളിൽ വരണം, ടൈം എവിടെയാണ് താഴെ വരണം. ഇതാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അതായത് ഫ്രീക്വൻസി കാണാൻ നിങ്ങൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ടൈം പീരീഡ് അറിയാമെങ്കിൽ അതിനെ തിരിച്ചിട്ടാൽ മതി. അതാണ് എന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, ലാസ്റ്റ് കേസ് നമുക്ക് നോക്കാം. അപ്പൊ 100 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള കേസില് എന്താണ്, എൻ എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു ടൈം. അതിലെടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 സെക്കൻഡും ആയിരുന്നു. ഇതായിരുന്നു നമ്മൾ കണ്ടത് നേരത്തെ കേസിൽ. 100 സെന്റിമീറ്റർ ലെങ്ത് വരുന്ന കേസിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇവിടെ നിങ്ങളോട് ടൈം പീരീഡ് കാണാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്, ടൈം മുകളിൽ 20 സെക്കൻഡ് ഡിവൈഡ് ബൈ നമ്പർ താഴെ 10. ഓക്കെ, ആൻസർ 2. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൈക്കിളിന് എടുത്ത ടൈം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങളോട് ഫ്രീക്വൻസി ചോദിക്കുമ്പോൾ എന്താണ്, ഇതിന്റെ ഉൾട്ട തിരിച്ചു പറയണം. ഫ്രീക്വൻസി പറയുമ്പോൾ നമ്പർ മുകളിൽ വരണം. നമ്പർ ഏതാ, 10 ഡിവൈഡ് ബൈ ടൈം താഴെ വരണം 20. ഓക്കെ, 0 ഗെറ്റ് ക്യാൻസൽ, ഹാഫ്. ഓക്കെ, എന്ന് വെച്ചാൽ 0.5 യൂണിറ്റ് ഹെഡ്സ് ആണ്. ഓക്കെ, ഹെഡ്സ് ആണ് യൂണിറ്റ് പറയുന്നത്. ഇത് സെക്കൻഡ് പറയണ പോലെ യൂണിറ്റ് ഹെഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാതെ നമുക്ക് ഈ ടൈം പീരീഡ് ഇപ്പൊ അറിയാലോ 2 സെക്കൻഡ് ആണെന്ന്, അതിനൊന്ന് തിരിച്ചിട്ടാൽ മതി. അതായത് 2 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഒരു 1 ഉണ്ട്, തിരിച്ചിടുമ്പോൾ 1/2 ആവും. അപ്പൊ ഈ ആൻസറിലേക്ക് ഡയറക്റ്റ് നമ്മൾ എത്തി. കണ്ടോ, അതായത് നമ്മുടെ ആൻസർ 2 സെക്കൻഡ് ആണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ, അതിനൊന്ന് തിരിച്ചിട്ടാൽ 1/2 ആയി. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പൊ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇഫ് യു നോ ടൈം പീരീഡ്, എന്താണ് ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ടൈം പീരീഡ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഫ്രീക്വൻസി കാണാൻ 1/t ചെയ്താൽ മതി. ഓക്കെ, യൂണിറ്റ് ഹെഡ്സ് ആണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ സെയിം കേസില് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ഓക്കെ, സോ 0.5 ഹെഡ്സ്. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഫ്രീക്വൻസി ആൻഡ് പീരീഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ആസ് ദ പീരീഡ് ഇൻക്രീസസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ് ആൻഡ് വൈസ് വെർസ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ടേബിൾ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് രണ്ടും ഒന്ന് കണ്ടുപിടിച്ച് നോക്കണം. അതിനകത്ത് ഒരെണ്ണം മാത്രം സാർ ചെയ്യുള്ളൂ, ബാക്കി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ 4ാമത്തെ ഒബ്സർവേഷൻസ് മാത്രം സാർ എടുക്കുകയാണ്. ഇവിടെ 100 ആണ്, അതായത് ലെങ്ത് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ഉള്ള സമയത്ത് 10 ഓസിലേഷനിൽ നമ്പർ ഓഫ് ഓസിലേഷൻ 10 ഉള്ളപ്പോൾ 20 സെക്കൻഡ് ടൈം കൊണ്ടാണ് അതെടുത്തത്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞത് 20 സെക്കൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ എനിക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് ടൈമാണ്, പീരീഡ് ആണ്. പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T/N. T/N ആണ് പീരീഡിന്റെ ഇക്വേഷൻ. അപ്പൊ എന്റെ 20 സെക്കൻഡ് ആണ്. 20 സെക്കൻഡ് ഡിവൈഡ് ബൈ 10 എന്താണ് ഓസിലേഷൻസ് ആണ്. സോ വെട്ടിപ്പോയി T, ദാറ്റ് ഈസ് 2 സെക്കൻഡ് ആണ് നമ്മുടെ ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ഇൻ ദിസ് കേസ് 4th കേസ് ആണ് സാർ പറയുന്നത്. ഇനി ഫ്രീക്വൻസി കാണണമെങ്കിൽ നമുക്ക് ഇപ്പൊ ചെയ്ത കാര്യം തിരിച്ചു ചെയ്താൽ മതി. ഓക്കെ, N/T. ഓക്കെ, അതായത് എത്ര ഒബ്സർവേഷൻസ്, 10 എണ്ണം. 10 ഡിവൈഡഡ് ബൈ എന്താണ് 20 ചെയ്യുമ്പോൾ 0 ഗെറ്റ് ക്യാൻസൽ, ദാറ്റ് ഈസ് 1/2 0.5 ഹെഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ കാര്യം. ഓക്കെ, എന്താണ് സാർ പറയണേ, ഇവിടെ പറയണേ. ബട്ട് ഇങ്ങനെ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കിട്ടിയിരിക്കുന്ന 2നെ തിരിച്ചിടാന്ന് പറഞ്ഞല്ലോ, 1/2 0.5. ക്ലിയർ? യെസ്. ഇനി ഇതുപോലെ നിങ്ങൾ ഓരോന്ന് ചെയ്യാം. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഈ റിസൾട്ട് ശരിയാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം.
ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. കാരണം എന്താണ്, ടൈം ഡിവൈഡ് ബൈ 10, എന്തൊരു സംഖ്യനെ 10 കൊണ്ട് ഹരിക്കാൻ നിങ്ങളുടെ ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടാൽ മതി. ഓക്കെ, സോ ഇവിടത്തെ ആൻസർ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. 1/1.6, 1.8, 2.0, ദാറ്റ് ഈസ് 2. സോ ഇത് കാണാനായിട്ട് വലിയ കാൽക്കുലേഷന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് തിരിച്ചിടുന്നതാണ്. ഇപ്പൊ ഇവിടെ കിട്ടുന്നത് 1.6 ആണെങ്കിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, 1/1.6 എഴുതണം. മനസ്സിലായോ? അത് കാൽക്കുലേറ്ററിൽ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൻസറുകൾ കിട്ടും. ഓക്കെ, ഫ്രം ദിസ് ഒബ്സർവേഷൻസ്, ഇതാണ് നിങ്ങൾ കിട്ടിയ ഒബ്സർവേഷൻ. ഒരു എക്സ്പെരിമെന്റ് നടത്തി അതിന്റെ ഡാറ്റയാണ്. ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്തണം. ഓക്കെ, ഏതായിരിക്കും നമ്മൾ എത്താൻ പോണ നിഗമനം? നോക്കൂ, ഇവിടെ നോക്കൂ, ലെങ്ത് കൂടി വരുന്നു. ലെങ്ത് കൂടി വരുന്നു എന്ന് മുകളിലേക്ക് ആരോ കാണിച്ചു. ഓക്കെ, അപ്പൊ ടൈം കൂടി വരും. ഓക്കെ, ടൈം കൂടി വരും. ഓക്കെ ഓക്കെ അപ്പൊ ടൈം പീരീഡോ അതും കൂടി വരും. ടൈം പീരീഡും കൂടി വരും. ഓക്കെ, യെസ്. ഫ്രീക്വൻസിയോ, ഫ്രീക്വൻസി കുറഞ്ഞു വരും. 769, 625 ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും ഒരേ സ്വഭാവക്കാരാണ്. ഒരാൾ മാത്രമാണ് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഫ്രീക്വൻസി. കിട്ടിയല്ലോ മക്കളെ? അപ്പൊ ഫ്രീക്വൻസി കുറവാണ്. ഓക്കെ, ക്ലിയർ? അപ്പോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 സെക്കൻഡ് കൂടുതൽ സമയം എടുത്തപ്പോ എന്താണ്, ആട്ടം കുറഞ്ഞു. മനസ്സിലായോ? കുറച്ച് സമയമാണെങ്കിൽ കൊച്ചക്കൊക്കെ കുറെ ആട്ടം ആടാൻ, പക്ഷെ കൂടുതൽ സമയം കൂടുന്തോറും ആട്ടത്തിന്റെ എണ്ണം എന്താണ്, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ടൈം പീരീഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. ക്ലിയർ? യെസ്. സോ മക്കളെ, എന്താണ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ അനാലിസിസ്? ഒബ്സർവേഷൻ എന്താണ്, അനാലിസിസ്. പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നു, മനസ്സിലായി? ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഫ്രീക്വൻസി ഡിക്രീസസ്, അപ്പോൾ ഫ്രീക്വൻസി കുറയുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ പെൻഡുലത്തിന് നീളം കൂടുന്തോറും അത് സ്ലോ ആവുന്നു. ഓക്കെ, പക്ഷെ നീളം കുറയും തോറും അത് ഫാസ്റ്റർ ആവുന്നു. അതായത് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ക്ലിയർ? ഇൻ സിമ്പിൾ ടേംസ്, ലോങ്ങർ ദ പെൻഡുലം, അതായത് നീളം ലെങ്ത് കൂടുന്തോറും മോർ ടൈം ഇറ്റ് ടേക്സ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ക്ലിയർ? ഓക്കെ, ഷോർട്ടർ ദ പെൻഡുലം, അതായത് ലെങ്ത് എന്ന് പറയുന്നത് കുറയും തോറും ലെസ് ടൈം, കുറച്ച് സമയം മതി ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയി പറഞ്ഞാൽ ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. ഇതാണ് ഇതിന്റെ റിസൾട്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിലേക്ക് വന്നാൽ ടെക്സ്റ്റ് ബുക്കിലും ഇതേപോലെ നിങ്ങൾക്ക് 25 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ ഇങ്ങനെ കുറച്ച് ലെങ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ലെങ്ത് ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിലെ ലാബിലൊക്കെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പല അളവുകളും കിട്ടും. അങ്ങനെ ഒരു കുട്ടി കിട്ടിയ അളവാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. 25 സെന്റിമീറ്റർ നീളമുള്ള 10 ഓസിലേഷൻ നടത്തി. ഓക്കെ, അപ്പൊ ആ കുട്ടി കിട്ടിയത് 1 സെക്കൻഡാണ്. എന്ത് പീരീഡ് കിട്ടിയത്? അതെന്താ 1 സെക്കൻഡ് കിട്ടിയത്? 10 ഓസിലേഷൻ. ഓക്കെ, 10 ഓസിലേഷൻ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷനിൽ 10 ടൈം ആണ് എടുത്തത്. സോറി, ദിസ് ഇസ് 10 ടൈം. 10 ഓസിലേഷന് മുകളിലാണ് കിട്ടുന്നത്. ഓക്കെ, 10 ടൈം ആണ് കിട്ടിയത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. രണ്ട് സെയിം ആയതുകൊണ്ട് 1 സെക്കൻഡ് ആണ് കിട്ടിയത്. ഓക്കെ, ക്ലിയർ? ഇത് തന്നെ തിരിച്ച് ചെയ്യുമ്പോഴും അത് തന്നെ ആൻസർ വരും. അപ്പോൾ 1 സെക്കൻഡ് ആണ് ടൈം പീരീഡ് എങ്കിൽ 1 ഹെർട്സ് ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സിമിലർലി നമ്മൾ നേരത്തെ പോലെ തന്നെ അടുത്തത് 60 സെന്റിമീറ്റർ വെച്ച് ചെയ്തപ്പോൾ 16 ആണ് കിട്ടിയത്. 16 സെക്കൻഡ് എന്താണ് ടൈം എടുത്തു. ലെങ്ത് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആക്കിയപ്പോൾ 16 സെക്കൻഡ് ടൈം എടുത്തു. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ 10 ഓസിലേഷന് 16 സെക്കൻഡ് ടൈം എടുത്തപ്പോൾ ടൈം ഡിവൈഡഡ് ബൈ ഓസിലേഷൻ 1.6. ക്ലിയർ? ഇതിന് നേരെ നമ്മൾ എന്താണ് തിരിച്ചിട്ട് ഹരിക്കുമ്പോൾ 6.25 കിട്ടും. സിമിലർലി നേരത്തെ പറഞ്ഞ 20 സെക്കൻഡ് കേസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക, നേരത്തെ പറഞ്ഞ സെയിം എക്സ്പെരിമെന്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് കൂടുന്നു, ഫ്രീക്വൻസി കുറയുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡുലത്തിന്റെ നീളം കൂടുന്തോറും ഫ്രീക്വൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്ന ആൾ കുറയുന്നു. ഓക്കെ, അപ്പൊ ലെങ്ത് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പൊ നിങ്ങൾ ഡിക്രീസസ് എന്ന് എന്ത് പറയണം? ആൻസർ പറയണം. ഓക്കെ, യെസ്. സോ വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. ദിസ് ഈസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നീളം കൂടുന്തോറും ഫ്രീക്വൻസി കുറയുന്നു. ഓക്കെ, യെസ്. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? ഇങ്ങനെയാണെങ്കിൽ പീരീഡിന് ടി എന്നും ഫ്രീക്വൻസിന് എഫ് എന്നും പറയുകയാണെങ്കിൽ റിലേഷൻ എന്താണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്.
സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നിങ്ങൾ പഠിക്കേണ്ടത്, നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ദിസ് ആൻഡ് ദിസ്. ഓക്കെ, എഫ് ഫ്രീക്വൻസി is equal to 1/t, t is equal to 1/f. t means period, frequency means hertz. Okay, so frequency is the reciprocal of period. ആ രണ്ടും ഒരാള് നേരെ വിപരീതമാണ്. ഓക്കെ, as period increases frequency decreases and vice versa. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതായത് നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ഒരു വേവ് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ 1 2 ഓക്കെ 3. ഇവിടെ 3 ഹെഡ്സ് ആണ്, അതായത് 3 ആണ്. ഒരു സെക്കൻഡ് കൊണ്ട് 3 വേവ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി ആണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 എണ്ണമാണ് പറയുന്നത്. ഇതാണ് ഒരു വേവ്. ഓക്കെ, 2 3. ഓക്കെ, ഞാനിപ്പോ ഫ്രീക്വൻസി കൂട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഫ്രീക്വൻസി കൂട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ 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 എന്താണ് കുറെ വേവ്സ് ഉണ്ടാവും. ഓക്കെ, ഫ്രീക്വൻസി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വേവും കണ്ട, അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ടൈം പീരീഡ് മനസ്സിലായി, ഫ്രീക്വൻസി മനസ്സിലായി, റിലേഷൻഷിപ്പ് മനസ്സിലായി. ഓക്കെ, എക്സ്പെരിമെന്റിൽ നമ്മൾ കാര്യം മനസ്സിലായി. ലെങ്ത് കൂടുന്തോറും എന്തൊക്കെ കൂടും? യെസ്, ടൈം പീരീഡ് എന്തായാലും കൂടും, ടൈമും കൂടും, ബട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. സോറി, എഴുതി മാറിപ്പോയി. ലെങ്ത് കൂടുമ്പോൾ ടൈം കൂടും, എന്താണ് ഇതും കൂടും, ബട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസിനെ കുറിച്ച് പഠിക്കും. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്തുകൊണ്ടാണ് വലിയ ബിൽഡിംഗ് ഒക്കെ എന്താ വലിയ കാറ്റടിച്ചാലും മറിഞ്ഞു വീഴാത്തത്? അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ ഈ ഒരു സാധനം ഉണ്ടല്ലോ ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്കിലേക്ക് നമ്മൾ പല ഫ്രീക്വൻസികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് അതിന്റെ മീനിങ്? സോ വൈ ഡു സം ഒബ്ജക്ട് വൈബ്രേറ്റ് മോർ ദാൻ? ചിലർ നന്നായിട്ട് ഒബ്ജക്ട് വൈബ്രേറ്റ് ചെയ്യും, ചിലത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഇതിന്റെയൊക്കെ ആൻസർ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കും പഠിക്കുക. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമന്റ് എങ്കിലും ഇടുക. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.